ഹലോ ഗൈസ്, ഹലോ. ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നലെ മുതൽ ഞങ്ങളുടെ വെക്കേഷൻ സ്റ്റാർട്ടായി. 20 ദിവസത്തെ ലീവാണ്, വലിയൊരു ലീവാണ്. അതിനകത്ത് ആകെ ഒരാൾ മാത്രമേ വീട്ടിൽ പോകുന്നുള്ളൂ. അതാരാണെന്ന് സർപ്രൈസാണ്. പിന്നെ വേറൊരാൾ സ്പെയിനിലേക്ക് പോകുന്നുണ്ട്, അത് സർപ്രൈസാണ്. ബാക്കി ആരും എവിടെയും പോകുന്നില്ല, ഇവിടെ തന്നെയാണ്. ഞങ്ങളുടെ ആദ്യത്തെ ട്രിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണം സെലിബ്രേഷന് വേണ്ടി പോവാണ്. അത് മ്യോൺഷൻഗ്ലാഡ്ബാക്കാണ്. നിങ്ങൾക്ക് ആ സ്ഥലം അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ആദ്യം നിന്ന സ്ഥലം. ഞങ്ങളെല്ലാവരും ഒരു 8 പേരുണ്ട്. 8 പേര് കൂടിയാണ് ഇപ്പോൾ പോകുന്നത്. 8 ഉണ്ടോ? ഞങ്ങളൊരു 5:30 6 പേരുണ്ട്. 6 പേര് കൂടിയാണ് ഞങ്ങളിന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ കറൻ്റ്ലി ഞങ്ങളിപ്പോൾ ഹാംബുർഗ് എത്തി. ഇനി ഞങ്ങൾ ബ്രെമനിലേക്ക് പോകും. ബ്രെമനിൽ നിന്ന് നേരെ ഓസ്നാബുർഗിൽ നിന്ന് നേരെ ഡ്യൂസൽഡോർഫിൽ നിന്ന് നേരെ മ്യോൺഷൻഗ്ലാഡ്ബാക്ക്. ഒരു ലോങ് ജേർണിയാണ്. ഐസി ബുക്ക് ചെയ്താൽ അത്രയും വരില്ല. പിന്നെ ഇവിടെ ഇപ്പൊ അത്ര വലിയ തണുപ്പൊന്നുമില്ല. എനിക്ക് ഇന്നലെ മിനിഞ്ഞാന്നും അല്ല, എന്റെ കറക്റ്റ് അല്ലേ? കാണുന്നില്ലേ? ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ എനിക്ക് ഇപ്പൊ നീയാണോ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ എനിക്ക് പനിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ നിൽക്കുന്നത്. അത്ര വലിയ തണുപ്പൊന്നുമില്ല അല്ലേ? ഓക്കെ, നമുക്ക് എല്ലാരും ഒന്ന് കാണാം. ട്രെയിനിൽ വരുന്നവരാണോ? ഇത് ജോഫിൻ, ഇതാ എഡ്മിറ്റി, ഇത് അഷ്ന, ഇത് ഇതാരാ? ഇത് അഞ്ചിത, ശ്രുതി. അവൻ കുടിക്കുന്നെടുത്ത് നീ വരുമോന്നല്ല ചോദിച്ചു. വീഡിയോയിലുണ്ടാവും കേട്ടോ. നീ അങ്ങനെ അഷ്ണനെ കൊണ്ടേക്കോളാൻ പറഞ്ഞു. ഞാൻ ഇത് വീട്ടിൽ നിന്ന് ആക്കിക്കൊണ്ട് വന്ന ചുക്കില്ലാത്ത കാപ്പിയാണ്. ഇഞ്ചി, പിന്നെ മറ്റേ കറുത്ത ഗ്രാമ്പൂ, ഓക്കെ, അതെല്ലാം ഇട്ടാണ് ഇഞ്ചി ഉണക്കിയത് ചുക്ക്. എന്നാ ഇഞ്ചിയാണ് ചുക്ക്. ചുക്കില്ലാത്ത ചുക്ക് കാപ്പി എന്തൊക്കെയുണ്ട്? ഇഞ്ചി ഇടയ്ക്ക് കുടിച്ചോ, നല്ലതാണ്. എനിക്ക് ഈ സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കാം. ഇവിടെ കുരുണ്ട്. ഒന്ന് പോവാൻ കൂടി. പുതിയ പിള്ളേരെല്ലാരും നിന്റെ വീഡിയോ കാണുന്നുണ്ട്. അതാണ്, എല്ലാരും അറിയണം. എന്തായാലും പറഞ്ഞു. എങ്ങനെയുണ്ട്? ചെറിയ ഗ്ലാസ് ആയി പോയി. സെറ്റല്ലേ സാറാ? സെറ്റാണ്. കുടിക്കാൻ മാത്രം കൊള്ളില്ല, ബാക്കി എല്ലാത്തിനും അതിനോ ചൂടൊന്നുമില്ല. ചുണ്ടുപൊടി സെറ്റ്. ഗ്ലാസ് എടുത്തില്ല. ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ. അതായത് നമ്മൾ ഹാംബുർഗിൽ നിന്ന് ബ്രെമനിലേക്ക് പോകുന്ന ചില ട്രെയിനിൽ ചാർജ് ചെയ്യാനുള്ള പ്ലഗ് ഇല്ല എന്ന് ഞാൻ അറിയിച്ചോളുന്നു. ഓക്കെ, ബ്രെമനിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ട്രെയിനും കാട്ടുള്ളത് കാണൂല. ഓക്കെ, ബ്രെമനിൽ നിന്ന് ഹാംബുർഗിലേക്ക് വരുന്ന ട്രെയിനിലും ചിലപ്പോൾ ചാർജ് ചെയ്യാനുള്ള ഇതുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ വെറുതെ ചാർജറും കൊണ്ട് നടക്കുന്നവർ വേസ്റ്റാണ്. നടക്കുന്നവർ വേസ്റ്റ്. എടാ ജോഫിനെ ഫോൺ ചാർജ് ചെയ്യാൻ ഇടുന്നുണ്ടോ? നോക്കി നോക്കി ഇട്ട് നോക്ക്. ഫോൺ ചാർജ് ചെയ്ത്
ഫോണൊന്ന് ചാർജ് ചെയ്യാൻ ഇട്ടേന്ന്. നിനക്ക് നേരത്തെ അറിയായിരുന്നോ? ഓ, എല്ലാവർക്കും അറിയാറുണ്ട്. എനിക്ക് മാത്രം. എല്ലാവർക്കും എല്ലാം അറിയാം. എനിക്ക് മാത്രം. ഞാൻ എടുക്കാം, പിന്നെ കാണില്ല. ബാക്കി എല്ലാരും മനുഷ്യൻ വേണ്ട ഞാൻ നോക്കി ബസ്സിന് എടുത്താണല്ലോ. അതെന്ത് വെള്ളാടാ? ഫ്രഷ് ആയിട്ട് എടുത്തതാ. അതെന്ത് വെള്ളാണ്? ആപ്പിളാ? കണ്ടറിയാൻ പാടില്ല. നടന്നപ്പോ മറ്റേ ബാങ്ക് എടുത്തില്ലേ, ഫ്രഷ് മൂത്രം. ചുമ്മാ പിടിച്ചു നോക്കി നല്ല കളറായത്. എന്റെ വീഡിയോ എടുക്കണോ? ഞാൻ ഡീസെന്റ് ആവട്ടെ. നിന്നാരെ വിളിച്ചേ? ആദ്യം വിളിച്ചു. ഉളുപ്പുണ്ടോ മാറി? എടാ ഇത് കൂടി ജോഫിന്റെ ഫ്രഷ് മൂത്രം. എടാ സൈഡിൽ നിൽക്കണം. ഏട്ടാ ഇത് എടുക്കാവോ? പവർ ബാങ്ക് എടുക്കാവോ? പവർ ബാങ്ക് 20 മണി കുത്തിയാ പോരെ. അതിനാ എക്സ്റ്റൻഷൻ അല്ല, ആർബിറ്റ് ലെവൽ മാറിക്കഴിഞ്ഞാൽ മറ്റേ അവസാനം ആൾട്ടിറ്റ്യൂഡിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. അത് ഡിപ്പെൻഡിങ് ഓൺ സ്റ്റേറ്റ് ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ആർബിറ്റ് ലെവൽ. അല്ല അത് ആർബിറ്റ് ഇംഗ്ലീഷ് വേണ്ട, നിനക്ക് ചേരൂല. അഭിനയ സിംഹമേ നേരായി പെണ്ണിങ്ങനെ സെറ്റ് ആവുന്നിട്ട് അപ്പം എഴുതണ പോലെ ഈ സൈഡിന് ഇത് എന്ത് പറ്റി? ജോഫിനെ എന്തോ പറ്റി. അറിഞ്ഞാലോ? എന്തറിയാ? മുന്നിൽ തന്നെ പോയി. എനിക്ക് 6 മിനിറ്റ് നിക്കാൻ നേരില്ല. കൊണ്ടുപോടാ കേട്ടിക്കൊണ്ട് പോകും. ഇപ്പൊ ഇത് ഇനി എങ്ങനെ സ്റ്റോക്ക് ചെയ്യുന്നത്? ബാത്റൂമിൽ പോയി നടക്കി. സ്റ്റിക്കർ ഉണ്ടാക്കി. മുടി മേളിരിക്കണൊക്കെ. ഓ അയച്ചിടുങ്ങി. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇപ്പോൾ ബ്രഹ്മൻ ഹൗസ് ഫാൻ ഓഫ് അല്ലേ? എന്നിട്ട് ആരെ തോറ്റ്? ഇനി പറഞ്ഞതാണോ? നമ്മളെന്താ പുതപ്പൊക്കെ ആയിട്ട് ഇത് ജാക്കറ്റാ കണ്ണൂടെ ഇങ്ങനെ എടുക്കും. ഗൈസ് ഇത് ബ്രഹ്മൻ ഹൗസ് ടു ബാനോഫിന്റെ എൻട്രൻസ് ആണ്. എടാ ഇത് അയ്യോ എല്ലാരും എന്ത് വൻ നോട്ടാണ്, പക്ഷെ ഒന്നും വാങ്ങാൻ പോകുന്നില്ല. എനിക്കതൊന്നും കഴിക്കാൻ പറ്റില്ല. പനി എനിക്ക് കഴിക്കാൻ പറ്റില്ല. അല്ല അവിടെ പുറത്തൊരു കടയുണ്ട്. ഞങ്ങളുടെ അടുത്ത ട്രെയിൻ 4:15-നാണ്. ഇപ്പൊ സമയം 3:30 ആയതേ ഉള്ളൂ. ഇനിയും 3/4 മണിക്കൂറുണ്ട്. ഇതാണ് ബ്രഹ്മൻ ഹൗസ് ബാനോഫിന്റെ എൻട്രൻസ് ഫ്രണ്ട് വ്യൂ. ഞങ്ങൾ റവയിൽ പോയിട്ട്, റവ ഒരു സൂപ്പർ മാർക്കറ്റാണ്, അവിടെ പോയിട്ട് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിക്കുകയാണ്. ഞങ്ങളുടെ കീഴിൽ ബസ്സാണ് മെയിൻ ആയിട്ടുള്ളത്. പക്ഷെ ഇവിടെ കണ്ടോ ഇങ്ങനെ ട്രാമാണുള്ളത്. ട്രാം ഇങ്ങനെ റോട്ടിൽ കൂടെ പോകും. ഈ ഒരു ചെറിയ പാളത്തിൽ കൂടെയാണ് അവർ പോകുന്നത്. സംഭവം സൂപ്പർ അല്ലേ? അയ്യോ ഞാൻ നടുക്കാൻ നിൽക്കുന്ന ഇതിൽ കൂടെയാണോ പോകേണ്ടത് ദൈവത്തിനറിയാം. ഞാൻ എന്തായാലും ക്രോസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് ഓരോരോ വഴികളുണ്ട്. ഇങ്ങനെ അതുകൊണ്ട് എനിക്ക് ഒരു പരിചയമില്ലാത്തവര് അതുകൊണ്ട് ഈ പാളത്തിൽ ഇവരിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഇങ്ങനെ മൂവ് ചെയ്യും. അഞ്ചിതേ അബേ
എല്ലാം പോയി. എനിക്ക് ഡോണർ കഴിക്കാൻ വയ്യ ഗൈസ്. എനിക്ക് പനിയല്ലേ. എനിക്ക് പനി ആയതുകൊണ്ട് ഞാൻ ഡോണർ കഴിക്കുന്നില്ല. ഞാൻ റവയിൽ പോയി എന്തെങ്കിലും മേടിക്കാൻ വിചാരിക്കും. റവയുടെ എൻട്രൻസ് അവിടെയാണ്. നിങ്ങൾ എന്താ വാങ്ങിയേ? എന്തിയെ? നല്ല എനിക്ക് ഡോണർ വേണ്ട. തോമസ് മാത്രം സോസ് പറ്റാപ്പതാ എനിക്ക് ഷാപ്പ് മതി. പക്ഷെ ഷാപ്പ് എന്ന് പറഞ്ഞിട്ട് ഉപ്പാ നീ ചോദിച്ചു മേടിച്ചോ? എടി ചാർപ്പെന്ന് വെച്ചാൽ കറുപ്പടി. എടാ അകത്തോട്ട് കയറാൻ നല്ല കാറ്റ്. എന്റെ മുക്കിന്നൊക്കെ ഒലിക്കണം. നമ്മൾ ഇന്ന് മേടിച്ചിരിക്കുന്നത് അൽഫാം വേണ്ട, മറ്റേ ആ ചൂണ്ടിടാൻ പോണ പുള്ളിക്കാരൻ പറയണ പോലെ ഉണ്ട്. എന്താടാ വെള്ളം നല്ല മണമുണ്ട്. നല്ല മണം. എന്റെ പൊന്ന് പൂള മണമല്ലേ? 1.5 മണം. പിന്നെ കഴിക്കണ്ടേ? ആർക്കും കൊടുക്കാണ്ട് തന്നെ കഴിക്കുന്ന ഭക്ഷണം. ഞാൻ സലാഡ് ബോക്സ് ആണ് വാങ്ങിയത്. കാരണം എനിക്ക് പനിയാണല്ലോ. എനിക്ക് ചിക്കനൊന്നും അധികം കഴിക്കാൻ പറ്റുമല്ലോ. ഇതിനകത്ത് ഇതൊരു സോസാണ്. കാണിച്ചു തരാം. സോസ് ഒഴിച്ചു. ബാക്കിയുള്ളതാണിത്. ഇത് നമുക്ക് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ട്രെയിനിലൊക്കെ നമുക്കിങ്ങനെ ഗസ്റ്റുകൾ ഇങ്ങനെ സ്ഥലമുണ്ടോ, അത് നല്ലതാണ്. ഇതിനകത്ത് ഉള്ളതെന്ന് വെച്ചാൽ കുറേ ചപ്പും ചവറും പിന്നെ പയറ് പിന്നെ ചെറിയ 2 ചിക്കൻ്റെ പീസ് ഇവിടെ വരുന്നുണ്ട്. കുഴപ്പമില്ല. ശരി, ഞാൻ കഴിക്കട്ടെ. സ്പൂണുണ്ട്, സ്പൂണ് കൊടുത്തരും അവർ. പിന്നെ എന്താ ചീട്ട് ഇവിടെ വാടാ. 3 സെറ്റ് പിന്നെ ചീട്ടിന് 1.5 യൂറോ ഉള്ളു. പിന്നെ 5 യൂറോ ഉണ്ട്. നൈസ് സാധനം. ക്വാളിറ്റി ഒരു മേടിക്കണ തരികയുടെ സാധനമല്ല. പ്ലേ സ്റ്റേഷന്റെ വീട്ടില് ചീട്ട് കളിക്കാമല്ലോ പ്ലേ സ്റ്റേഷനിൽ. ആ എല്ലാം കളിക്കാം. പുതിയ ചീട്ടല്ലേ? നല്ല രസമുണ്ടാണ്. മതി കഴിഞ്ഞു. ലുഡോ എന്റർടൈൻമെന്റിന് ശേഷം ഞങ്ങൾ ഇറക്കുന്നു കഴുത കളി. പ്രധാന കഴിയാണ് പീറ്റർ കുറുവ. എപ്പോഴും ജോക്കറാണ് വീട്ടില്. കളി കളിക്കണോ? അങ്ങനെയാണോ? വെട്ടിക്കിട്ടോ പുതിയ ചീത്ത താഴെ ചീത്ത നിന്നോടാണ് പറയാനുള്ളത്. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. എത്ര പറഞ്ഞു നീ? 3 തലേന്ന് ജോക്കർ. അത് മറ്റേ 2 ഉണ്ട്. ഞാനല്ലേ ഇട്ടെ ജോക്കറിന്റെ പുറകെ വേറെ 2 ചീട്ടൊക്കെ. ആരാണ് ഇനി ജോക്കറാ? നിനക്ക്
നിനക്ക് SN പോണെങ്കിൽ അത് മനസ്സിൽ വെച്ചാൽ മതി. ഞങ്ങൾ ദൂസർബോട്ടിൽ നിന്ന് മോൺസൺ ഗ്ലാഡ് ബെക്കിലേക്ക് വണ്ടി കയറി. നാളെ നമുക്ക് ഓണം സെലിബ്രേഷൻ. നാളെയാണ് ഞങ്ങളുടെ ഓണ സെലിബ്രേഷൻ. അപ്പൊ ഗൈസ് എല്ലാരും അടുത്തോ? ഓണപ്പാട്ട് മത്സരം എന്നെ കാണിക്കും. കീലിന്ന് കമ്മിറ്റി മെമ്പർ ഇവിടെ ഒന്ന് ഓളാൻ കഴിക്കുന്നു. കീഴിലെ കമ്മിറ്റി ഓണത്തിന് നീ ഏതാ? പിന്നെ ഞാൻ എന്തെന്ന് പറയും നിന്നെ? ഹലോ ഹൈമ പറയാൻ പറ്റിയ. അപ്പൊ ഗൈസ് ഞങ്ങള് മോൺസൺ ഗ്ലാഡ് ബാക്ക് എത്തി. പോലീസാണ്. പോലീസല്ല. പറഞ്ഞോ. അവരെ കാണിക്കാം. അപ്പൊ ഞങ്ങള് മോൺസൺ ഗ്ലാഡ് ബാക്ക് എത്തി. ഞങ്ങള് 12 മണിക്ക് ഹാംബുർഗിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പൊ സമയം 9 മണിയായി. ഭയങ്കര ഒത്തിരി ദൂരമുള്ള യാത്രയായിരുന്നു. ഇനി നാളത്തെ വിശേഷം നാളത്തെ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ സൈൻ ഓഫ് പറയടാ. ഓക്കെ ബൈ ബൈ. ഹലോ, അപ്പം ഞങ്ങൾ ഇവിടെ എത്തി. എൻ്റെ സൗണ്ടൊക്കെ ഇച്ചിരി അടഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പം കിടക്കാൻ പോവാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇതിൽ വലിയ കാര്യമായിട്ടൊന്നും നിങ്ങൾ ഈ വീഡിയോയിൽ കാണില്ല. പക്ഷേ എനിക്കിങ്ങനെ എൻ്റെ ഈ 21 ദിവസം ഞാൻ നാട്ടിൽ പോകുന്നില്ലല്ലോ. അപ്പോൾ എൻ്റെ 21 ദിവസത്തിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എനിക്കത് നിങ്ങളിലേക്ക് എൻ്റെ അമ്മയെ അറിയിക്കണം എന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നത്. ഇനി ഒരടുത്ത കൊല്ലമൊക്കെ എനിക്കും എടുത്ത് കാണാമല്ലോ. അപ്പോൾ ഹാപ്പിയാണ് എല്ലാവർക്കും. ഇനി നാളെ ഒരു ദിവസം കാണാം. ലവ് യു ഓൾ.